ഞങ്ങള് നേരത്തെ ഒയ്യോ ഇത് വേണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. സ്ലെൻഡറിനെ ഉണ്ട് എന്നാ തോന്നുന്ന. ഗൈസ് ഞങ്ങൾ നേരത്തെ 2 തവണ കളിച്ചത്. 2 തവണ അമ്പലായി. ഒരു പ്രാവശ്യം സ്വിച്ച് ഓഫ് ആയി പോയി. വേറൊരു പ്രാവശ്യം എന്താന്ന് അറിഞ്ഞൂടെ തന്നെ ലോഗായി പോയിട്ട് ഡെവലപ്പേഴ്സ് എന്ന് പറയണ ഇവരുടെ ബ്രാൻഡിന്റെ പേര് കാണിച്ചേക്കുന്നു. ചിലപ്പോ ബാത്റൂമിൽ പോയതിന്റെ ഒച്ചയായിരുന്നു ഗൈസ്. ഇവിടെ ഉള്ള എല്ലാരും എന്തായിരുന്നു മൂത്രം ഒഴിക്കണേയും ഡാം തുറന്നു വരണം. മുല്ലപ്പെരിയാർ ഡാം നമുക്ക് അപ്പെടുത്തിട്ട് വെള്ളം ഇങ്ങനെ ഒഴിക്കൂല, അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. പോയിക്കേടാ. നമ്മ റോബോട്ട് കുഞ്ഞു പാപ അവിടെ വിട്ട് വെറുതെ തള്ളുക. ഞാൻ പറഞ്ഞതാണ് ജോയിന്റെ ആയിരിക്കും ഏറ്റവും വലിയ ഡാൻസ്. കുഞ്ഞു ഡാം ചന്ദ്ര മുല്ലപ്പെരിയാറാകോട്ടാ. ഗ്രാനി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതാണൊന്നും മിണ്ടാത്തത്. ഗ്രാനി വന്നു. അപ്പൂപ്പനെ നിർത്തിയ സ്നേഹം വെട്ടിട്ടില്ല. പാൻറ്റൊക്കെ കീറി കറക്റ്റ് എവിടെ കീറിയിരിക്കണം നോക്ക്. പിന്നെ വേറൊരു ഗ്ലിച്ച്. ഞങ്ങള് നേരത്തെ ഒരു ഗ്ലിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഗ്ലിച്ച് ഉണ്ട്. ഇവിടെ ഇരുന്ന് നമ്മൾ ഗ്രാനിനെയും ഗ്രാൻഡ്പേനെയും വിളിച്ചാ എന്തായിരുന്നു, ഗ്രാൻഡ്പ ഇവിടെ ഉണ്ടെങ്കിൽ ഗ്രാനിക്കിട്ടേ വെടി കൊള്ളൂല, നമുക്ക് കൊള്ളൂല. അവിടെ ഇരുന്നാ കൊള്ളൂല. ഞാൻ ഗ്ലിച്ച് നേരിട്ട് ടെസ്റ്റ് ചെയ്ത ഒരാളാണ്. ഞാൻ കൊറേ ഗ്ലിച്ചൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 100% അത് റൈറ്റ് ആണ്. നിങ്ങൾ നോക്കൂ. ഡേ 1 അല്ലേ? ഡേ 1 അല്ലേ? 2 ഫസ്റ്റ് ഗ്രാൻഡ്പ അത് ഗൈസ് കൺഫ്യൂസ് ആയി പോണു. കൊന്നിട്ടുണ്ടോന്ന് അറിഞ്ഞു. കൊന്നിട്ടില്ലെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. അവിടെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചോണ്ടിരുന്നു. ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ടോന്ന് നോക്കുക. ഇല്ല, എന്നാ പിന്നെ അതാ ഈ കളിയില്ലേ. ആ കളിയിൽ അത് ട്രെയിൻ ചെയ്യാം. എന്നൊക്കെ വരും. ശരി, ട്രെയിൻ ഒക്കെ എടുക്കാം. പിന്നെ വെപ്പൺ ഗീ അവരെടുക്കും. പക്ഷെ അവരെ അടിച്ചുറക്കിയിട്ട് മതി. സ്ലെൻഡറിനെ ഇല്ല, ഞാൻ മോഡിൽ എല്ലാരും പ്രോ ആണ് കേട്ടോ. ഗ്രാൻഡ് പേ ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. സ്ലെൻഡറിനെ വേണേ നമുക്ക് വരുത്താം. മുമ്പേ ഒന്ന് വെറുതെ ഗ്രാനിയുടെ വാല. ഗ്രാനി എവിടെയൊക്കെ പോണോ അവിടെയൊക്കെ ഗ്രാൻഡ് പേ ഉണ്ട്. ഉറങ്ങിയാൻ പാടില്ല, നമുക്ക് ഉറക്കിയാലോ ഗ്രാൻഡ് പേന. ഉറക്കം മഞ്ഞില്ലായിരിക്കും ഇവിടെ പാവത്തിന്.
നമ്മൾ ഉറക്കും. ഇപ്പോഴാണ് കാണുന്നത്. അവിടെ ഇരുന്ന് എന്തോ ചെയ്യുമായിരുന്നു. പക്ഷെ കഴിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ വിളിച്ചില്ലേ എന്താണ് ആ കല്ലിന്റെ അവിടെ ഉള്ളത്, അവിടെ ഇരുന്നാ പിന്നെ പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഗ്രാനി മാത്രമാണെങ്കിൽ ഗ്രാനി അവിടെ നിന്ന് പിന്നെ പോകത്തില്ല. നിങ്ങൾ എത്ര പേര് ഇരുന്നാലും ഗ്രാനി നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെപ്പോ പുറത്തിറങ്ങും എന്ന് പറഞ്ഞ് നോക്കിയോ. ഹൈഡ് ആൻഡ് സീക്ക് കളിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട, ഞങ്ങൾക്ക് കളിക്കണ്ട, മൂടില്ല. അപ്പോഴത്തേക്കും അപ്പൊ ഗ്രാനി നമ്മളെ ഇവനെ ഇറങ്ങിയ കൊല്ലല്ലെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും. ഗ്രാൻഡ് ഹെഡ് ഷോട്ട് കൊടുക്കാനാണ്. ഷോക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. എന്താ ബുള്ളറ്റ് ഉണ്ട് അകത്ത് 2 ബുള്ളറ്റ് ഉണ്ട്. ബുള്ളറ്റ് വെച്ചത് ഗ്രാനി പ്ലഡ്ജ് ചെയ്യുവാണ്. ഗ്രാനി പ്ലഡ്ജ് പറയുവാണ്. നമുക്ക് പ്ലഡ്ജ് പറയണ കയ്യിൽ വണ്ടി എടുക്കാൻ പറ്റുമോ? ഇല്ല. ഉറച്ചു പ്ലഡ്ജ് പറയണ ഇന്ത്യ ഇസ് മൈ കൺട്രി. അങ്ങനെ പറയാനിരിക്കുവാണ്. എഴുന്നേറ്റില്ല. ഗ്രാനിയുടെ ഡെഡ് ബോഡി ഇങ്ങനെ മായഞ്ഞു പോവാണ്. പണ്ടേ ഭയങ്കര കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എസ്കേപ്പ് ആയപ്പോഴത്തേക്ക് ഇവിടെ സ്ലിംഗ് ഷോട്ട് എടുക്കായിരുന്നു. ഓ ഗായ്സ്, നമുക്ക് സ്ലിംഗ് ഷോട്ട് എടുത്ത് ഇവിടെ നമുക്ക് ഈ ട്രെയിനിൽ ഇവിടെ തെറ്റാനും ഡ്രോപ്പ് ചെയ്യാം. എല്ലാവരും കൊണ്ടുപോയി ഇടാൻ കഴിച്ചതാണ്. നമുക്ക് ഇനി സ്ലിംഗ് ഷോട്ടിന്റെ 2 ആവശ്യമുണ്ട്. അത് കാരണം നമുക്ക് കല്ല് പറക്കിയിട്ട് നമുക്ക് സ്ലിംഗ് ഷോട്ട് എടുക്കാം. പിന്നെ ഞങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊന്നും അറിഞ്ഞൂടാ. അത് കാരണമാണ് ഇത്ര ലാഗ്. എഡിറ്റ് ചെയ്യാനൊന്നും എങ്ങനെ എഡിറ്റ് ചെയ്യണം, അതെങ്ങനെ ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാ. എങ്ങനെയാ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യണം അതൊന്നും അറിഞ്ഞൂടാ. ഇല്ല. നമുക്ക് സ്ലിംഗ് ഷോട്ടിന് കല്ല് നിറച്ചിട്ട് റോബോട്ടിനും തല്ലി ഉറക്കാം. പിന്നെ ആ ജനല് പൊട്ടിച്ചിട്ട് കാക്കേനെ നമുക്ക് ഗ്രാൻഡ്പേടെ ഇത് വെച്ച് വെടിവെക്കാം. കവണ വെച്ച് ഓടിക്കാൻ പറ്റില്ല. ഗ്രാൻഡ് ഓടിക്കളയും. ഇനി നമ്മള് കവണ തപ്പിക്കൊണ്ട് പോകണം. ഓക്കെ. സോറി ഗൈസ്, അത് മിണ്ടാത്തത് അത് ഒന്ന് പറയും. സത്യം പറഞ്ഞ ജോയിന്റെ ഗ്രാൻഡ്മ വന്നത് കൊണ്ടാണ് ഗൈസ്. ജോയിന്റെ ഗ്രാൻഡ്മ വന്നത് കൊണ്ടാണ് ഒരു സ്റ്റോപ്പായി പോയത്. അമ്മാമ വന്നോണ്ടാണ് സേഫ്റ്റി ക്രോബാറും കിട്ടി ഗൈസ്. ക്രോബാർ നിനക്ക് അറിഞ്ഞൂടെ, മറന്നുപോയി. ക്രോബാർ ഇതിനാണ് ഗൈസ്. ചെടി കിട്ടി ഗൈസ്. വേഗം പോവാ. പണിപാളി വേഗം അവന് നല്ല കുട്ടിയായിട്ട് ഇവിടെ തന്നെ അവിടെ കിടന്നു. അവിടെ വിളിച്ചിരി നല്ല കുട്ടിയായിട്ട് ഇവിടെ തന്നെ ഞാൻ പോയില്ലേ. 2 പേരും രണ്ടടി അടിച്ച തഗ്ഗില്ല. അല്ല ഡേ 2 ആണ് ഗൈസ്. നമ്മള് തോറ്റാല് ഡേ 2 ഗൈസ്. ഇത്രയും വലിയ പ്രോ ഇതുവരെ ഞങ്ങൾക്ക് 9 മിനിറ്റ്
ഗൈസ് ഇനി നമ്മൾ എങ്ങനെ ഓരോ കൊല്ലും? കവണ എടുത്ത് കൊല്ല. അതേ ഒരു വഴിയുള്ളൂ. നമ്മുടെ ഗണ്ണൊക്കെ അവര് പണ്ടേ തട്ടിക്കൊണ്ട് പോയി. ആക്ച്വലി ഗ്രാൻഡ് പേയുടെ കണ്ണ് നമ്മളാണ് തട്ടിക്കൊണ്ട് പോയത്. പറഞ്ഞ കൂർക്കാൻ മരിച്ചു ഉറങ്ങാൻ. സാധനം ഇവിടെ കവണ ഉണ്ടായിരുന്നു. എന്തോ കവണ ഉണ്ടായി, ഞങ്ങൾ കണ്ടു. അല്ല എന്താ എടുക്കാത്തത്? ഞാൻ സൂസൈഡ് ചെയ്യാൻ പോവാണ്. അല്ല, ഞാനത് താഴെ ഡ്രോപ്പ് ചെയ്യുന്നത് എന്തായാലും വരും. നമ്മൾ തോറ്റാ അത്ര വരുള്ളൂ. നമ്മള് മാക്സിമം ജയിക്കാനാണ് നോക്കുന്നത്. ഞാൻ ആക്സിലേറ്റർ കിട്ടണം. അതും കൂടി കിട്ടിയാൽ നമുക്ക് പോകാം. ആക്സിലേറ്റർ അങ്ങനെ എന്തോ അതും കൂടി കിട്ടിയാ പോകാമോ? അയ്യോ പെട്ട് കഴിച്ചു. ആരാ വന്നത് ഇപ്പൊ? ഓടിക്കോ ഗ്രാനിക്ക്. അത് ഞാൻ സ്പീഡില്ല. ഗ്രാനിയുടെ അല്ല ബേസ്ബോൾ ഓ വേണ്ട, ഞങ്ങക്ക് ഹൈഡ് എത്തിക്കൊന്നും കളിക്കണ്ട. മൂടില്ല. മൂട് വരുമ്പോ ഞാൻ പറയാം. അതൊക്കെ അവര് കുഞ്ഞി പിള്ളേരുടെ വേണമെങ്കിൽ ഫ്രീ ഫയർ കളിക്കാൻ പറ്റും. എന്താണ് ഗ്രാനി? നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഗ്രാനി അവിടെ ട്രാപ്പ് സെറ്റ് ചെയ്ത് വെക്കുമായിരുന്നു. ഫ്രീ ഫയർ ഒക്കെ കളിക്കാൻ വിളിച്ചായിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു. ഹൈഡ് ആൻഡ് സീക്ക് ഇതൊക്കെ പഴഞ്ചൻ പിള്ളേരുടെയാണ് ഗ്രാനി. ഞങ്ങൾക്ക് ഹൈഡ് ആൻഡ് സോറി ഗ്രാനി, ഞങ്ങൾക്ക് ഹൈഡ് ആൻഡ് സീക്ക് എവിടെയും ഇവിടെ എന്ത് നമുക്ക് ആവശ്യമില്ല. ട്രെയിൻ എസ്കേപ്പ് അല്ല, ഡോർ എസ്കേപ്പിനാ കഴിച്ചു. ഇവിടെ ഇതുവരെ നമ്മളോട് ഇവിടെ വെച്ച കരണ്ട് ഇവിടെയാണ് നമ്മള് സെക്കൻഡ് ക്രോബാർ വെച്ചിട്ട് ചെയ്യേണ്ട. സെക്കൻഡ് പ്ലേസ് ക്രോബാർ വെച്ചിട്ട് ഇവിടെ നമ്മള് ആ പെട്ടി തുറക്കാൻ പറ്റും. എന്റെ ആഗ്രഹം ഇതിനകത്ത് ഒരു തേങ്ങ ഉണ്ടാവും. തേങ്ങ പൊട്ടിച്ചിട്ട് ഷെഡിക്ക് ഉണ്ടാവും. കരിക്ക ജ്യൂസും കൂടെ കുടിക്കാം. അടിപൊളിയല്ലേ? നാറിയ കരിക്കിരിക്കുന്നു വേണ്ട. ആണോ? പൂപ്പലൊക്കെ പുറത്തുണ്ട്. ചിലപ്പോ ടെഡിയുടെ അവിടെ അവിടെ ടെഡീനെ നമുക്ക് കൊണ്ടുപോവാൻ പറ്റും. എന്നാലും ആദ്യം തേങ്ങെടുത്താലും നമുക്ക് നോക്കാം. നടുക്കേറി ജോയിന്റെ പ്രാർത്ഥന ഫലിക്കുമെന്നാ തോന്നുന്നു. ഗ്രാൻഡ് പേയുടെ ലൈഫ് കാണാൻ ടഗ് കണ്ണാടിയൊക്കെ എടുക്കും ഗ്രാൻഡ് പ. രണ്ട് ഡേയും കൂടി ഉള്ള ഞുണ്ടി നടക്കണ്ട വരും. നമ്മള് ഫസ്റ്റ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇങ്ങനെ ഇരിക്കണ്. നീ പ്രാർത്ഥിച്ചോണ്ടാണ്. എനിക്കറിയാം. നമുക്ക് ലിവറും കൂടി കിട്ടാൻ. എന്റെ പൊന്ന് ഗ്രാനി
പറഞ്ഞിട്ടൊക്കെ വരണ്ടേ? ബെല്ലടിക്കാൻ വീട്ടിൽ കയറി ഗ്രാനിയുടെ നമ്മളെ പിടിച്ചുകൊണ്ട് ഡേയും കൂടി 1 day ഇത്ര ചെയ്ത് നമ്മളുടെ ഫൈനൽ ഡേ സോറി മറന്നുപോയി. ഗൈസ് ഈ കളി തോറ്റുപോയാ ഞാൻ പറഞ്ഞാണ് ഗൈസ് മൂബാന്ന് പറയാൻ അതെ ഗൈസ് എങ്ങനെയെങ്കിലും ലിബർ കിട്ടിയ നമ്മ രക്ഷപ്പെടും. സ്പീഡ് കൂടിയോ പോലെ ക്രോബാർ എടുക്കാൻ ഭയങ്കര പണിയാണ്. വിട്ട് പോവാൻ പറ്റുന്നില്ല. ക്രോബാർ ചോരയൊക്കെ ഞാൻ തുടച്ച് നീക്കി ഞാൻ ഓടിക്കളയും. ഒരു സാധനം കൂടി മതിയടാ. ട്രാപ്പ് ഉണ്ടാവട്ടെ ഒരു സാധനം മതി കഴിച്ച അതും കൂടി കഴിഞ്ഞ നമ്മുടെ ഫുൾ സെറ്റ് വെള്ളമാണ് കഴിഞ്ഞ അവർക്കൊന്നും അവിടെ എത്താൻ പറ്റില്ല. കാരണം റൂമാണ് മാത്രം അവിടെ കയറാൻ പറ്റില്ല. കയറണമെങ്കിൽ ആ റൂട്ടിൽ ഓട്ടയിൽ കൊടുക്കാൻ ലിഫ്റ്റ് അവർക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞൂടാവും. പത്ത് പോയില്ലേ ഇലക്ട്രിക് സ്വിച്ച്. ആവശ്യമാണ് ഇത് ആവശ്യമാണ്. അല്ല ട്രെയിൻ സൗണ്ട് ഇലക്ട്രിക് സ്വിച്ചും കൂടി അപ്പ വെടിവെച്ച് കൊണ്ടുവന്നു ഇല്ലാത്ത പൊടി അടിക്കാട്ടോ ചാവല്ലേടാ ചന്തു. ഞാനൊക്കെ എന്തോരം കണ്ടിരിക്കുന്നു. ഇവിടെ എവിടെ പോയാലും അപ്പൂപ്പനും അമ്മൂമ്മയാണ്. നെക്സ്റ്റ് നമുക്ക് അപ്പൂപ്പന് അല്ലെങ്കിൽ അമ്മൂമ്മ ഏതിലും രണ്ടാളെ വേണ്ട. നമുക്ക് അപ്പൂപ്പനെ എടുക്കാം. അപ്പൂപ്പനാണ് ഇത്തിരി കൂടി എളുപ്പം. നമ്മളെ അപ്പൂപ്പന്റെ പോലെ അത് ഗ്രാൻഡ് നമുക്ക് കുളിക്കാനുള്ള ആകെ ഒരു സ്ഥലം. ഹൈഡ് ആൻഡ് സീക്ക് ഒന്നും കളിക്കണ്ട ഗ്രാനി. ഇത് പഴഞ്ച പിള്ളേരുടെ കിടന്ന് മുട്ടൊക്കെ താഴെ മുട്ടിയത് കൊണ്ട് ഭയങ്കര വേന മുട്ടു തന്നെ. എങ്ങനെയെങ്കിലും ലിവറും കൂടി കിട്ടിയാൽ നമുക്ക് അങ്ങനത്തെ ഷോക്ക് അടിപ്പിക്കാൻ കൂടെ പറ്റിയാണെങ്കിൽ അടിപൊളിയായ ഷോക്കടിച്ച് ചകന്ത് ഗ്രാനി ടൂല് പറ്റും. ഗ്രാനി ടൂല് പറ്റും. ഷോക്കടിപ്പിക്കണ്ട സൗണ്ട് വരുന്നില്ലേ? ഗ്രാനിനെ ഇവിടെയുള്ള സാധനം കൂടി നമുക്ക് ആക്സിലേറ്റർ കൂടി വേണം. അതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത് സാധനം. പക്ഷെ നമ്മൾ റിസ്ക് എടുക്കേണ്ടി വരും. എന്താന്ന് പറഞ്ഞാ ടെഡീനെ എടുത്തോണ്ട് ഒറ്റോട്ട് ഓടണം. ഞാൻ ഒരു വഴിയും കൂടി നമുക്കുള്ളൂ. പക്ഷെ അത് ഒടുക്കത്തെ റിസ്ക് ആണ്. കവണിയിലാണ് ഈ ബുള്ളറ്റ് എന്ന് പറയുന്ന സാധനം. ടെഡി എടുത്ത് അവർ സോറി ഗൈസ്. തഗ് ലൈഫാണ് ഗൈസ്. തഗ് ലൈഫാണ്. ആ ഒരു സന്തോഷമെങ്കിലും ഉണ്ടല്ല. തഗ് ആണോ ഗ്രാൻഡ് തഗ്. ഈ കർണാടകത്തെ ഗ്രാൻഡ് പേനെ കൊല്ലാൻ വേണ്ടി ഞങ്ങൾ വരും.
Okay guys, see you in another video. Game Bye. off.